നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റുന്ന ഒരു സെനാരിയോ ആണ്. ഇവിടെ അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ മൊബൈൽ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, കണ്ട് മനസ്സിലാക്കാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനോ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. എൻ്റേതായിട്ടുള്ള ഒരു ചാർട്ട് റീഡിംഗ്, ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അതെപ്പോഴും മനസ്സിൽ വെക്കുക. അതനുസരിച്ചിട്ടാണ് നമ്മുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ചാർട്ട് വെച്ചിട്ട്, ഇത് ക്രിപ്റ്റോയോ ഫോറക്സോ ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ രാവിലത്തെ സാഹചര്യത്തിൽ മോർണിംഗ് തന്നെ കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റിൽ. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു 120 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 128, 152 ഈ ഒരു യെല്ലോ ലൈൻ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതിനു മുമ്പ് ഇവിടെ 162 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 170യിലേക്കായിരിക്കും ഒരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് നിലവിൽ കാണുന്നു. അപ്പം നല്ല രീതിയിലൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു SMA നല്ല രീതിയിൽ 2 മിനിറ്റിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ SMA ടച്ച് ചെയ്തു, പക്ഷെ ഇവിടെ SMA ടച്ച് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതിൻ്റെ റീസൺ. അപ്പോൾ ഒരു 116 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 120, 123ലേക്കുള്ള 2 മിനിറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ 5 മിനിറ്റിലാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത്. ഒരു 10 പോയിന്റിൻ്റെ എൻട്രി നമുക്ക് അത്രയൊക്കെ മതി. അതിൽ കൂടുതലൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു പിൻബാർ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സെൻട്രൽ ഒരു വൈറ്റ് ലൈനിലാണ് മാർക്കറ്റ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഹയർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ ഉണ്ടായി. ഇത് 115 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ അപ്പിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോൾ ഒരു 1 മിനിറ്റിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. $162 ബ്രേക്ക് ചെയ്താൽ 165, 171ലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. ഇവിടെ 112 ബ്രേക്ക് ചെയ്താൽ 115 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം ഇവിടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ കൊടുക്കാം, വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഒരു പെട്ടെന്നുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായത്. അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയില്ല. നമുക്ക് പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അതാണ് ഇത്രയും ഒരു അപ്പ് വന്നു ഉടനെ തന്നെ മാർക്കറ്റ് ഒന്ന് ഫാളായി. ഇവിടെ നമുക്കൊരു ബൈ കൊടുത്തിടാം. നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് വന്നിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്യുന്ന എവിടെ ആയിരിക്കാം, 102ലായിരിക്കാം മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ 102ലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ ഇത് ടച്ച് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കാം, 165ലോ 170ലോ ആയിരിക്കാം മാർക്കറ്റ് ടച്ച് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും ഹെഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല കൺസോൾട്ടേഷനാണ്. നമ്മളത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വെച്ചില്ല, ഒരു പോകും എന്നുള്ളൊരു മൂവ്മെൻറ്റിലാണ് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വെക്കാഞ്ഞത്.
നമ്മുടെ 5 മിനിറ്റിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു അപ്പ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് എല്ലാ മേഖലയിലും കാണുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ടൊരു വ്യൂ കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു വൺ സൈഡ് മാർക്കറ്റ് കിട്ടും, ചിലപ്പോൾ ഇതേപോലത്തെ പണിയും കിട്ടും. അപ്പം അങ്ങനെ പണി കിട്ടുമ്പോഴത്തേക്ക് നമുക്കത് എങ്ങനെ പ്രോഫിറ്റിലേക്ക് ആക്കി എടുക്കാം എന്നുള്ളൊരു വ്യൂ കൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ, അതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ മതി. കാരണം ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇതൊരു 120 ബ്രേക്ക് ചെയ്യണം. 120 ബ്രേക്ക് ചെയ്താൽ 128ലേക്ക് മാർക്കറ്റ് മൂവ് ആവും. ഇത് താഴത്തോട്ട് വരണം. 146 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് ഫാൾ ആവണം. ഇത് 120 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 134, അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 145ലേക്ക് മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ. ഈ ഒരു 122 ലെവൽ വരെ വന്നിട്ടുള്ളൂ. അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകണം. ഇതൊരു ഡോജി ക്യാൻഡിലായിട്ട് ഫോം ആവണം.
2 മിനിറ്റിൽ RSI രണ്ടും ടാലി ആയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ഇതുവരെ മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ടു മിനിറ്റിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അതായത് സി സൈഡിലേക്ക് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഈ 15 മിനിറ്റിൽ ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ തീർത്തും ഡൗണിലേക്ക് വരും. ₹750 ലോസിൽ ഇത് നമ്മൾ വിറ്റൊഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയണത് ഈ ഒരു ഭാഗത്താണ്. കാരണം ഇത് 750 ലോസിൽ നമ്മൾ ഒഴിവാക്കി. ദെൻ സെക്കൻഡ് ഇനിയിപ്പോൾ ഇത് ഒഴിവാക്കണം. അത് ഒഴിവാക്കണതിന് മുമ്പ് അത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തൊരു 113ലേക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് അതും നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് പിന്നെ 160 ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ മൂവ്മെന്റും ഇത് അപ്പിലേക്ക് പോയാൽ കണ്ടിന്യൂ ചെയ്ത് പോയത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. കാരണം ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടില്ല, ഇവിടെ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു സിയുടെ മൂവ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോഴും പി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വിക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഫോം ആയിട്ടുണ്ട്. ഇത് 113 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 116ലേക്കായിരിക്കും മൂവ് ചെയ്യണത്. രാവിലെ കുറച്ച് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ മൂവ്മെന്റ് വന്ന കാരണമാണ് നമുക്ക് ചെറിയൊരു ലോസിലേക്ക് വന്നത്. ഇപ്പോൾ 750 ലോസ് ഉണ്ടായിരുന്നത് ഇവിടെ നമ്മൾ ഒഴിവാക്കി. ഇവിടെ 300 രൂപയുടെ ലോസ് ഇപ്പോൾ 400 രൂപ ലെവലിൽ നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 300 രൂപ ലോസ് ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള ലോസുകളൊന്നും നമുക്കില്ല. എന്തായാലും 113 ടച്ച് ചെയ്യും. 113 ബ്രേക്ക് ചെയ്താൽ 116ലേക്ക് പോയി കഴിഞ്ഞാൽ
നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിൽ വെച്ചിട്ട് അത് ഒഴിവാക്കാവുന്ന കേസേ ഉള്ളൂ. ഇത് ക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. എന്തായാലും കയറും. ഈ ഒരു ക്യാൻഡിൽ റെഡ് ആയാലും വലിയ വിഷയമൊന്നുമില്ല. കാരണം എന്തായാലും ഇത് 113 ടച്ച് ചെയ്യും. കാരണം ലോവർ വിക്കാണ് വന്നേക്കണത്, ഹയർ വിക്ക് വന്നിട്ടില്ല. ഇത് കയറി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 116ലേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് 200 രൂപ അല്ലെങ്കിൽ 400 രൂപ പ്രോഫിറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് 112 ലോക്ക് ചെയ്യാം. 113 നമുക്ക് ലോക്ക് ചെയ്യാം. എന്നാലും വലിയ നഷ്ടമോ കാര്യങ്ങളോ ഒന്നും വരാനായിട്ട് ചാൻസ് ഇല്ല. ഇപ്പൊ നിലവിലെ 700 രൂപ പ്രോഫിറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ ലോസ് നമ്മൾ ശ്രദ്ധിച്ച് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു പിടിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രോഫിറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നേരെ 116ലേക്ക് അല്ലെങ്കിൽ 115ലേക്ക് കൊണ്ടുപോയി ട്രെയിൽ ചെയ്ത് വെക്കുക. ഇപ്പൊ ലോസ് ഇപ്പൊ എല്ലാവർക്കും വരും, എനിക്കും വരും, നിങ്ങൾക്കും വരും, എല്ലാവർക്കും വരും. പക്ഷെ ലോസ് വരുമ്പോൾ നമ്മൾ വെറുതെ പാനിക് ആവാതെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അത് ട്രെയിൽ ചെയ്ത് ഇടുന്നതിലും കാര്യങ്ങളുണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ കയറ്റി വെക്കുക. ഇപ്പോൾ 5400 അടുത്ത് പ്രോഫിറ്റബിൾ മാർക്കറ്റ് ആയതാണ്. അത് ഓൾമോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 128 വരേക്ക് ഇത് വരണം. 5900, 5700. അപ്പോൾ 750 രൂപ ലോസും ഏകദേശം കവറപ്പ് ഒക്കെ ആകാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കുന്നതിലും കാര്യമുണ്ട്. ചുമ്മാ നമ്മൾ തോന്നണടുത്ത് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. കുറച്ചും കൂടെ കയറ്റി ഇങ്ങനെ വെക്കുക. ഓക്കെ. എല്ലാം ഓൾറെഡി അടിച്ചു പോയിട്ടുണ്ട്. ഇതിങ്ങനെ ആ ക്യാൻഡിൽ ക്ലോസ് ആവുമ്പോഴേ ഇത് മൂവ് ആവണത് കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടം വരെയുള്ള മൂവ്മെന്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 7900 അടുത്താണ് പ്രോഫിറ്റ് കണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു 7000 രൂപ അടുത്ത് പ്രോഫിറ്റബിൾ കണ്ടാൽ മതിയല്ലോ. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുക്കുക, മാറുക. നമ്മളുടെ ആ ഒരു ഉണ്ടായിരുന്ന ഒരു ഏരിയ 127 ഭാഗത്തേക്കായിരുന്നു നമ്മളുടെ ഒരു മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത് ഓൾമോസ്റ്റ് ഏതാണ്ടൊക്കെ ഡൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ ലോസുകളിലേക്ക് മാർക്കറ്റ് പോകും. ഇപ്പൊ നമ്മളൊരു 10 പോയിന്റ് 10 ലോട്ടില് അത് 4000 2500 നമ്മൾ അത് കൺസോൾട്ടേറ്റ് ടൈമിൽ നമുക്കത് കീപ്പ് ചെയ്ത് നിർത്താനായിട്ട് പറ്റണം. ഞാൻ പറഞ്ഞത് അത് ഈ ഒരു യെല്ലോ ലൈൻ്റെ ടിപ്പാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് എടുത്തത്. നമ്മൾ എൻട്രി എടുത്തത് ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു. ഇവിടം വരെ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. ഇത് കാര്യമാക്കണ്ട. നമ്മൾ ഓൾറെഡി അതൊക്കെ പോയതാണ്.
ആ ഒരു ടൈം ഫ്രെയിം തീരാൻ വേണ്ടി നിൽക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. ഇത് കറക്റ്റായിട്ട് ഒരു സപ്പോർട്ട് എടുത്തു, ക്യാൻഡിൽ പോലെ ഫോം ചെയ്തു, ഇവിടെ യെല്ലോ ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ട്രെയിൽ ചെയ്ത് ഇവിടം വരെ പോയി കൺസിസ്റ്റന്റ് ആയിട്ടൊരു പ്രോഫിറ്റ് കിട്ടി. നമ്മൾ ഇറങ്ങി, അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇനി മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും പൊക്കോട്ടെ, നമ്മൾ സ്ഥിരം കൺസിസ്റ്റന്റ് ആയിട്ടൊരു പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളത് മാത്രം. അപ്പോൾ അതിന്റെ ടാർഗറ്റ് ശരിക്കും ഈ പറഞ്ഞ 149 132 ലെവലിലേക്കൊക്കെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് പോകേണ്ടതാണ്. ഇനിയും പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെയൊക്കെ പോവാം. ഈ ഒരു 135 വരെ മാർക്കറ്റിൽ നിൽപ്പുണ്ട്. 135 127 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 135 ആണ്. അങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഏരിയകളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അപ്പം നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, എനിക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഞാനിവിടെ എടുത്തു, പെട്ടെന്നൊരു സ്റ്റോപ്പ് ലോസ് വന്നു. പക്ഷെ ഞാനത് ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്, RSI അപ്സൈഡിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് കണ്ടപ്പോൾ അതനുസരിച്ചിട്ട് ഹെഡ്ജ് ചെയ്ത് വെച്ചു. ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങി, കയറേണ്ട സ്ഥലത്തൊക്കെ കയറി കഴിഞ്ഞ് ഹോൾഡ് ചെയ്താലൊക്കെ നമുക്ക് ഹെഡ്ജ് ചെയ്ത് അങ്ങനെ ഒരു പൊസിഷനിലേക്ക് വരാൻ പറ്റും. നമുക്ക് എടുത്ത ഉടനെ തന്നെ മാർക്കറ്റ് മുകളിൽ പോകുന്നല്ല, നമ്മൾ നമ്മളുടേതായ രീതിയിലുള്ള ഒരു പ്ലാനിങ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് ഡെഫിനറ്റ്ലി സാധിക്കുന്നതാണ്. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ്. ഈ ഒരു യെല്ലോ ലൈൻ വരുന്നത് വരെ മാർക്കറ്റ് ഓൾമോസ്റ്റ് കൺസോൾട്ടേഷനിൽ മാർക്കറ്റ് നിൽക്കത്തുള്ളൂ. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബൈ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ 750 ലോസ് ഉണ്ടായിരുന്നില്ല നമുക്ക് നേരത്തെ, ഇതിൽ 750 ഒരു ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോസ് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഇവിടെ 146 7500 ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ലോസിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് 750 രൂപ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ കയറ്റി ഈ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ താഴത്തേക്ക് കിട്ടും. ഇൻ കേസ് ഇറങ്ങിപ്പോയാലും വലിയ നഷ്ടങ്ങളൊന്നും വരാനായിട്ട് മാർക്കറ്റിൽ പാടില്ല. ഒരു 1000 1500 രൂപയാണെങ്കിലും വലിയ വിഷയങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇത് കയറിപ്പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകാം? 152 ചെന്നിടിക്കാം. ഈ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ കയറ്റി ഇതിന്റെ ടിപ്പിൽ കൊണ്ടിട്ടു. അപ്പോൾ 725 ഓൾറെഡി എന്തായി? 725 ഓൾറെഡി 350 രൂപ പ്രോഫിറ്റിലേക്ക് ആയിട്ടുണ്ട്. അത് നേരെ ഇതിന്റെ ടിപ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ 1275 സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ടാർഗറ്റ് ആട്ടോ. ഓർഡർ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ നിന്നുള്ള മാർക്കറ്റ് ലോ വന്നു, ലോവിൽ നിന്ന് മൂവ് ചെയ്യപ്പോൾ 152 വരെ പ്രോഫിറ്റ് എടുത്താൽ 1125 വരെ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ഡ്രിൽ ചെയ്തിട്ട് നമ്മളത് പ്രോഫിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ആ ലോസും കൂടെ നമ്മൾ ഈസി ആയിട്ട് റിക്കവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ ചെന്ന് മുട്ടുമ്പോഴത്തേക്ക് നമ്മളത് ഇറങ്ങണം, അല്ലാതെ അത് പിടിച്ചു വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. പഴയ 750 നമുക്ക് എനിക്ക് തോന്നണത് അത് അവിടെ എക്സിക്യൂട്ടീവ് ആയതാണ്. പിന്നെ ആ ടൈം ഫ്രെയിം തീരാതെ നമ്മളെ എക്സിക്യൂഷൻ ബോക്സ് അവിടെ നിന്ന് പോകത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എത്ര പോയിന്റ് എടുത്തത് സിമ്പിളായിട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. 147 150 എൻട്രി എടുത്തത് 152 വരെ 2 പോയിന്റ്. 2 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1000 രൂപ, ഓൾമോസ്റ്റ് 1000 രൂപ നമുക്ക് മറ്റേ 725 കഴിഞ്ഞിട്ട് പ്രോഫിറ്റബിൾ 500 രൂപ കൂടെ കിട്ടി നമ്മുടെ ട്രേഡ് പര്യവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് വൺ ക്ലിക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്, അതിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് ഇവിടം വരെ പോകാം എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എനിവേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ, നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ.
മൈൻഡ് ഫ്രഷോട് കൂടി. ചിലത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൺ സൈഡ് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ചിലതിൽ എന്ത് പറ്റും, പെട്ടെന്നൊരു ക്വിക്കായിട്ടുള്ള മൂവ്മെന്റ് വരുമ്പോൾ നമ്മൾ പാനിക് ആവാതെ ടെൻഷൻ ആവാതെ അത് ഹെഡ്ജ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ബോക്സിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ കൺസോൾ ആണെന്ന് ഓൾറെഡി നമ്മൾ ഇന്ന് കരുതി വെച്ചിട്ടുണ്ട്. താഴത്തെ SMA ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. പിയിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റ്സിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ 22,200 റേറ്റ് വരും. അതിനിടക്കാണ് നമ്മൾ സിയിൽ പ്രോഫിറ്റബിൾ ആക്കി മാറ്റിയത്. കണ്ടോ, ഇപ്പോഴും മാർക്കറ്റ് പിയിലാണ്. ഇവിടെ ഒരു സപ്പോർട്ടിങ് സോണിൽ എടുക്കാൻ, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി പോയേക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡൗൺ ആയേക്കാം. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ 10 ലോട്ടിൽ എടുക്കുമ്പോൾ ഹെഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സിന്റെ അകത്ത്, അതായത് സിയുടെയും പിയുടെയും ബോക്സിന്റെ അകത്ത് ഈസി ആയിട്ട് നമുക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനും ഒരെണ്ണം സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഒക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സമയം 10 മണിയായി. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പഠിക്കുന്നതിനേക്കാൾ ഉപരിയുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളൊരു ട്രേഡർ ആക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.